عليكم ورحمة الله. إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഈ മക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങളെ കാണാനും സംസാരിക്കാനും അള്ളാഹു തൗഫീഖ് തന്നു. ഇരിക്കുന്ന ആളുകളൊന്നും എനിക്ക് അപരിചിതരല്ല, എല്ലാവരും പരിചയക്കാരാണ്. പക്ഷെ ഈ മണ്ണിൽ നിന്ന് കാണുമ്പോൾ ഒരു പുതുമ, ഒരാളെ തന്നെ രണ്ടുവട്ടം നോക്കിയിട്ട് ഇപ്പൊ മുഹമ്മക്കടയിൽ കാണുന്ന ആളാണ്, ജഡ്ജി മിക്കവാറും കാണുന്ന ആളാണ്, റസാഖ് സാർ ഇങ്ങനെ നോക്കിയാൽ അലീക്ക എല്ലാവരും കാണുന്ന ആളാണ്. പക്ഷെ ഞാൻ രണ്ടുവട്ടം നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ഇന്നാള് തന്നെയാണോ എന്ന്. കാരണം ഒരു പുതുമ, എല്ലാവർക്കും ഒരു പുയ്യാപ്പിള ലുക്കാണ്. അള്ളാഹു അത് കബൂൽ ചെയ്തു. അള്ളാഹു വാഗ്ദാനം ചെയ്തു, അതാ തരാം എന്നാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തു. അള്ളാഹു നമുക്കത് നേടിയെടുക്കാനുള്ള തൗഫീഖ് തരും. ഇത് കേരള നദുത്തുൽ മുജാഹിദീൻ എന്ന സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ വന്ന സംഘമാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ത് സംഭവിച്ചാലും ഇന്നിവിടെ വരണം എന്ന് ആഗ്രഹിച്ചത്. കാരണം നമ്മുടെ ഓഫീഷ്യൽ യാത്ര ആയതുകൊണ്ട് ഇങ്ങനെയുള്ള മറ്റു പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ ചെറിയ പ്രയാസമൊക്കെ ഉണ്ട്. എന്നാൽ തന്നെയും നമ്മുടെ ഈ സംഘത്തെ കണ്ടിട്ടില്ലെങ്കിൽ, ഇവിടുന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു വലിയ പ്രയാസമായി തീരും എന്നുള്ളത് കൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഭവനം, നമ്മൾ ഓടിച്ചെല്ലുന്ന മസ്ജിദുൽ ഹറം, അതിന്റെ ഉള്ളിലുള്ള വിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തെ പരിചയപ്പെടുത്തിയ ഭാഗത്ത് ഖുർആനിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രം പറഞ്ഞ ഒരു വാചകം, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ശരിക്കും നമ്മൾ ഈ നാടിനെ പറയുന്ന പേരെന്താ? ഖുർആൻ പറഞ്ഞ പേരെന്താ? ഖുർആൻ പറഞ്ഞ പേരെന്താ? നമ്മള് മക്ക എന്ന് പറയുന്നു, ഖുർആൻ എന്ത് പറയുന്നു? ബക്ക എന്ന് പറയുന്നു. എന്തിന് മക്ക എന്ന് പറയാതെ ബക്ക എന്ന് പറഞ്ഞത്? ഖുർആൻ അങ്ങനെ ബക്ക എന്ന് പറഞ്ഞിട്ട് നമ്മളെന്താ മക്ക എന്ന് പറയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞത് എന്താണ്? ബക്ക. നമ്മൾ പറയുന്നത് എന്താണ്? മക്ക. സത്യത്തിൽ നമ്മൾ പറയേണ്ടത് എന്താണ്? ബക്ക. നമ്മൾ ബക്ക എന്ന് പറയാതെ എന്താ പറയുന്നത്? മക്ക. അപ്പൊ എന്താ വ്യത്യാസം? ഇവിടെ പറഞ്ഞോ, ഞാൻ മാത്രം ക്ലാസ് എടുക്കണ്ടെങ്കിൽ ക്ലാസ് എടുക്കുക ഇങ്ങോട്ട്. അതാ വ്യത്യാസം. രണ്ടും ഒന്നാണ്. ബക്ക എന്ന് പറഞ്ഞാലും മക്ക എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണെങ്കിൽ ബക്ക എന്ന് പറഞ്ഞാൽ പോലെ. രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ ബക്ക എന്ന് പറഞ്ഞാൽ പോലെ, മക്ക എന്ന് പറയണം. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹജ്ജ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ബക്ക എന്ന് എന്തുകൊണ്ട് ഖുർആൻ പറഞ്ഞു എന്നുള്ളത് പണ്ഡിതന്മാർ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൊന്ന്, അദ്ദേഹം പറഞ്ഞതുപോലെ ഈ നാടിന്റെ വ്യത്യസ്തങ്ങളായ പേരുകൾ, ബലദുൻ അമീൻ, ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞ പോലെ ബക്ക എന്ന് പേരുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അത് സൂക്ഷ്മമായി ഇതിനെ നിരീക്ഷിച്ച പണ്ഡിതന്മാര് പറഞ്ഞത് ബക്ക എന്നത് ഈ നാടിന്റെ പേരല്ല. മക്ക മക്കയിലാണ്, പക്ഷെ ബക്ക മുഴുവനും ബക്ക മക്കയാണ്, മക്ക മുഴുവനും എന്തല്ല? മക്കയല്ല. ബക്ക മക്കയിലാണ്, ബക്ക മക്കയാണ്, പക്ഷെ മക്ക മുഴുവനും എന്തല്ല? മക്കയല്ല. ബക്ക എന്ന് പറയുന്നത് മൗദിഉൽ ബൈത്ത്, വിശുദ്ധമായ കഅബാലയം ഇരിക്കുന്ന ഇടത്തിന് പറയുന്ന പേരാണ് എന്ത്? കഅബാലയം ഇരിക്കുന്ന അതിന്റെ ചുറ്റുഭാഗത്തിന് പറയുന്ന പേരാണ് ബക്ക. എന്തുകൊണ്ട് അവിടെ ബക്ക എന്ന് പറഞ്ഞു? ബക്ക എന്ന വാക്കിന് അർത്ഥം പരിശോധിച്ചാൽ ഒരർത്ഥം തിരക്കുള്ള സ്ഥലം എന്നാണ്, കഞ്ചക്ഷൻ ഏരിയ, തിരക്ക് കൂട്ടുന്ന ആളുകൾ, തിരക്കിൽപ്പെടുന്ന സ്ഥലം. അതാണ് എന്തിന്റെ അർത്ഥം? ഒരർത്ഥം എന്ത്? ബക്ക എന്ന് പറയും, തിരക്കുള്ള സ്ഥലം.
അപ്പൊ ആളുകൾ ഇന്നു മാത്രമല്ല വളരെ മുമ്പേ കഅബാലയത്തിന്റെ അടുക്കലെത്തിയാൽ അവിടെ എന്താവും? അതാണ് ബക്ക എന്ന് പറഞ്ഞാൽ അതിലാണ്. ഇതാണ് അതിന്റെ ഒരർത്ഥം. രണ്ടാമത് അതിന് പറയപ്പെട്ട ഒരർത്ഥം ബുക്കായിൽ നിന്നാണ് ബക്കയുണ്ടായത്. ബുക്ക എന്ന് പറഞ്ഞാൽ ആളുകൾ കരയുന്നില്ല, ആളുകൾ കരയുന്നില്ല. അപ്പോ വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണീര് പൊടിയുന്ന ഇടമാകണം എന്നാണ്. ഈ മക്കയിൽ ആവശ്യമുള്ളതും എന്തുമാത്രമാണ്? ഇവിടെ നമുക്ക് ആവശ്യമുള്ളതും കണ്ണീര് മാത്രം. നമ്മുടെ ഓരോ ഇടങ്ങളിലും അഥവാ ഈ പരിശുദ്ധമായ ഹജ്ജിന്റെ വേളകളിലെല്ലാം നമുക്ക് ആവശ്യമുള്ളത് ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിയണമെങ്കിൽ അവിടെ അനിവാര്യമായും ഉണ്ടാകേണ്ട ഒന്ന് നമ്മുടെ കൽബിന്റെ സാന്നിധ്യമാണ്, ഹൃദയ സാന്നിധ്യമാണ്, മനസ്സിന്റെ സാന്നിധ്യമാണ്. ഞാൻ നിൽക്കുന്ന ഇടം, ഞാൻ നടക്കുന്ന ഇടം, ഞാൻ ചെയ്യുന്ന അമൽ, ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ, എന്നെ ഓർമ്മിപ്പിക്കുന്ന ചരിത്രം, ഇത് മുഴുവനും നമ്മുടെ കണ്ണ് നനയിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് മനുഷ്യർ കരയുന്ന ഇടമാണ്. അപ്പൊ കഅബാലയത്തിന്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ ആളുകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിയേണ്ട ഇടം. ഇനി അത് കഴിഞ്ഞ് സഫാ മർവ, അതിനിടയിൽ സംസം, ഇത് മുഴുവനും പരിശോധിച്ചാലും നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്തുമാത്രമായിരിക്കും? കണ്ണീര് മാത്രമായിരിക്കും. നമ്മൾ കുടിക്കുന്ന സംസം ഒരു ഉമ്മയുടെ കണ്ണീരാണ്. കരഞ്ഞു വാങ്ങിയതാണെന്ത്? അല്ല നമ്മളെപ്പോലെ വിസ എടുത്ത് നേരെ ഇവിടെ വന്ന് റൂമിൽ താമസിച്ചിട്ട് പോയി സംസം കുടിച്ചതല്ല. ആര്? കരഞ്ഞു, നിരന്തരം കരഞ്ഞു. സഫാ മർവക്കിടയിൽ അവർ കരഞ്ഞുകൊണ്ടാണ് ഓടിയത്. കാരണം അവരുടെ കുഞ്ഞ് മരണത്തിലേക്ക് നീങ്ങുന്നതായി അവർക്ക് കണ്ടു, അല്ലെങ്കിൽ മരണത്തിലേക്ക് തന്റെ കുഞ്ഞ് നീന്തുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. അവർ കരഞ്ഞുകൊണ്ടാണ് ഓടിയത്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് സഹായം തേടി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സഫയുടെയും മർവയുടെയും ഇടയിലൂടെ ആ ഉമ്മ കരഞ്ഞുകൊണ്ട് ഓടുന്നതിനിടയിലാണ് ഒരു ശബ്ദം കേട്ടത്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. മഹദി വിചാരിച്ചത് ആരോ ഒരാളിങ്ങോട്ട് കടന്നു വരുന്നു, ഈ നാട്ടിലേക്ക് എന്റെ അടുത്തേക്ക് നടന്നു വരുന്നു എന്നാണ് അവർക്ക് തോന്നിയത്. അവർ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? നിന്റെ അടുക്കൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ എന്നെ സഹായിക്ക് എന്നവർ വിളിച്ചു പറഞ്ഞു. ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നടന്നു വന്ന് ഹാജർ ബിബിയോട് ചോദിച്ചു, മനൻസി, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അന ഉമ്മു വലതി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കുട്ടിയുടെ ഉമ്മയാണ്. ഇബ്രാഹിമിന്റെ കുട്ടിയുടെ ഉമ്മയാണ്. അപ്പൊ ചോദ്യം അടുത്ത്, മൻ വക്കലക്കുമ, ഇബ്രാഹിമിന്റെ കുട്ടിയുടെ ഉമ്മയോ? അപ്പൊ ഇബ്രാഹിമുണ്ട്, ഇബ്രാഹിമിന്റെ കുട്ടിയുമുണ്ട്, ഉമ്മയുമുണ്ട്. മൻ വക്കലക്കുമ, നിങ്ങൾ രണ്ടുപേരെയും ആരെ ഏൽപ്പിച്ചിട്ടാണ് ഇബ്രാഹിം പോയത്? ഇവിടെ കുടിക്കാൻ വെള്ളമില്ലാതെ, ഇവിടെ ഒരു പുല്ലുമുളക്കാതെ, ഈ നാട്ടിൽ ഒന്നുമില്ലാത്ത ഈ സാഹചര്യത്തിൽ ഇവിടെ നിങ്ങളെ ആരെ ഏൽപ്പിച്ചിട്ടാണ് ഇബ്രാഹിം പോയത് എന്ന് പറഞ്ഞപ്പോ ആ മഹദി പറഞ്ഞു, ഇലല്ലാഹ്, അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടാ പോയത്, അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാ പോയത്. അപ്പോ മഹാനാ ജിബ്രീൽ അലൈഹിസ്സലാം കൊടുത്തൊരു മറുപടി ഉണ്ട്, വക്കലക്കുമ ഇലാ കാഫ്, എങ്കിലും മതി, മതിയായവനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അടങ്ങി. അവിടെ ഈ സഹായം കിട്ടിയിട്ടില്ല. കിട്ടിയോ? ഇവിടെ കരയാണ് ആര്? ഹാജർ അലൈഹിസ്സലാം. ഇപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറക് കൊണ്ട് കുത്തുന്നത്. തന്റെ ചിറകും തന്റെ കാലും ഉപയോഗിച്ചുകൊണ്ടാണ് സംസമുള്ള ഭാഗത്ത് ആര് കുത്തിയത്? ജിബ്രീൽ അലൈഹിസ്സലാം. നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ചപ്പോ അവിടെ നിന്ന് എന്തെടുത്തു എന്നാണ്, പുറത്തേക്ക് വന്നു. നമ്മുടെ കവിയുടെ ഭാവനയിൽ അയാൾ എഴുതിയതാണ്. ഏതോ ഒരു മലയാള കവി അയാളുടെ ഭാവനയിൽ എഴുതിയാണ് എന്ത്, ഇബ്രാഹിം അലൈഹിസ്സലാം കാലിട്ടടിച്ചപ്പോ അവിടെ നിന്നെടുത്തു പുറമോർന്നു. അടുത്താണ് രണ്ടാമതോട് നോക്കേണ്ടി വരും, മനസ്സിലായിട്ടില്ല ആൾക്കാർ. അപ്പോ യഥാർത്ഥത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് കുത്തുകയാണ്. സംസം കരഞ്ഞു വാങ്ങിയതാണെന്ന്
നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് വാങ്ങാൻ വന്നവരാ. പക്ഷെ കരയാതെ ഇവിടെ നിന്നും കരഞ്ഞു വാങ്ങണം, കരഞ്ഞു ചോദിക്കണം, കരഞ്ഞു പ്രാർത്ഥിക്കണം, കരഞ്ഞു തേടണം. ആ കരഞ്ഞ് റബ്ബിനോട് ചോദിക്കുമ്പോ അവിടെ അനിവാര്യമായ ഒരു സംഗതിയാണ് അള്ളാഹു തരണമെങ്കിൽ അള്ളാഹു അവന്റെ ഇഷ്ടക്കാരായി സ്വീകരിച്ച്. രണ്ടു തരത്തിൽ അള്ളാഹു തരും. ഒന്ന് ചോദിക്കുന്നവര് കൊടുക്കാവുന്നൊരു ഓഫർ ഉണ്ട് അള്ളാഹുവിന്റെ. അത് ഇബ്ലീസ് വെച്ചാലും കൊടുക്കും. ഇബ്ലീസ് വെച്ചാലും അത് കൊടുക്കും. ശപിക്കപ്പെട്ട് ആട്ടപ്പെട്ട് പുറത്തേക്ക് ചാടിച്ച ഇബ്ലീസ് അള്ളാഹിനോട് ചോദിച്ചെന്താ? റബ്ബി അൻസിർനി ഇലാ യൗമി യുബഅസൂൻ. ആ ചോദ്യത്തിൽ ഒരു വക്രതയുണ്ട്. പുനരുദ്ധാനം വരെ, രണ്ടാമത് ആളുകളേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ എനിക്കെന്തെടുക്കണം? ജീവിക്കാൻ അവസരം, എന്റെ ആയുസ് നീട്ടിയിട്ട് തരണം. അതിന്റെ ചോദ്യത്തിലെ വക്രതയാണത്. അങ്ങനെ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോൾ വരെ ജീവിക്കാൻ കിട്ടിയ മരിക്കണ്ടല്ലോ. എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരുന്നത് വരെ ജീവിക്കാൻ അവസരം കിട്ടിയ പിന്നെ മരിക്കണോ? മനസ്സിലായോ? ഇല്ല. അപ്പൊ അള്ളാഹു ആയുസ് കൊടുത്തു, അവന് വക്രത ഒഴിവാക്കിയിട്ട്. എല്ലാരും എല്ലാം നശിക്കുമ്പോ നശിക്കണം. പക്ഷെ അതുപോലെ ജീവിക്കാൻ എന്തുണ്ട്? അവസരമുണ്ട്. അപ്പൊ പ്രാർത്ഥന സ്വീകരിച്ചു. ആരുടെ? സാക്ഷാൽ റജീം എന്ന് പറയപ്പെട്ട ഇബ്ലീസിന്റെ ദുആ സ്വീകരിച്ചു. അതൊന്നും കൊടുത്ത ഓഫറാണ്. ചോദിക്കുന്നവരൊക്കെ എന്തെടുക്കാം? തരാം. ആരോഗ്യം കൊടുക്കുമ്പോ പ്രശ്നം. പക്ഷെ അള്ളാഹ് ഇഷ്ടപ്പെട്ട് തരുന്ന ആളുകൾ, അള്ളാഹു ഗിഫ്റ്റ് കൊടുക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു ഗിഫ്റ്റായി കൊടുക്കുന്നത് നുസുലം മിൻ ഗഫൂരിർ റഹീം. സ്വർഗത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞെങ്ങനെയാണ്? നുസുലം മിൻ ഗഫൂരിർ റഹീം. റഹ്മാനായ റബ്ബിന്റെ സമ്മാനമാണ്, ഗിഫ്റ്റാണ്. എന്ത്? ആ ഗിഫ്റ്റായി റബ്ബ് സുബ്ഹാനഹു വ തആല തരുന്ന, അള്ളാഹു തൃപ്തിപ്പെട്ട് തരുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ അടുപ്പിച്ചു വെച്ച് സ്നേഹിച്ചു തരുന്ന ആളുകൾ. അത്തരം സ്നേഹത്തോടെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ നിർബന്ധമായും നമ്മുടെ ഉള്ളിൽ അള്ളാഹു ഉണ്ടാകും. ഏകനായി വേറെ ഒരാൾക്കും അത്തരമൊരു അവകാശവും നൽകാതെ പൂർണാർത്ഥത്തിൽ അള്ളാഹുവിനെ ഉൾക്കൊണ്ട് റബ്ബിനെ ഖൽബിൽ വെച്ച് ഇഖ്ലാസോടെ അള്ളാഹുവെ നിനക്കു മാത്രം എന്ന നിയ്യത്തോടെ മുന്നോട്ട് പോകുന്ന ആളുകൾ, മുഖ്ലിസുകളായ ആളുകൾ. ആ മുഖ്ലിസുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ജീവിതം കൊടുത്താൽ അള്ളാഹു തിരിച്ചു കൊടുക്കുന്ന കാര്യമുണ്ട്. അള്ളാഹ്ക്ക് മാത്രം കൊടുക്കുന്നത്, അള്ളാഹ്ക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത് അള്ളാഹ് വാങ്ങി കൊടുക്കും. പറഞ്ഞ മനസ്സിലുണ്ടോ? അള്ളാഹ്ക്ക് മാത്രം കൊടുക്കുന്നത്, അതിനാണ് ഖബൂലിയത്ത് എന്ന് പറയുന്നത്. നമ്മളിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക, ഇത് നിനക്ക് മാത്രമുള്ളതാണ്. ഇത് വേറെ ആർക്കുള്ള, ഞാൻ നിനക്ക് വേണ്ടി തരുന്നതാണ്, നിനക്ക് മാത്രമുള്ളതാണ്. അത് അള്ളാഹ് കബൂലാക്കിയാൽ അള്ളാഹുവിനെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ആ യോഗ്യതയുള്ള പവിത്രമായ കാര്യമാണ്. ഇന്നല്ലാഹു ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. പരിശുദ്ധമായതേ അള്ളാഹ് സ്വീകരിക്കും. കാരണം അള്ളാഹു ത്വയ്യിബാണ്, നല്ലതേ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു പരിശുദ്ധന, അതുകൊണ്ട് നല്ലതേ അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് റബ്ബിന് നിങ്ങൾ കൊടുക്കുന്നത് ത്വയ്യിബാണെങ്കിൽ അള്ളാഹു അത് കബൂലാക്കിയാൽ, ഖുർആൻ പറഞ്ഞു ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ. ആരെപ്പറ്റിയാ പറഞ്ഞത്? മറിയം ബീവി. വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ അധ്യായം, 2-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായം ആല ഇമ്രാൻ. ഈ ആല ഇമ്രാൻ എന്ന സൂറത്തിൽ ആരെ കുറിച്ചല്ല പറയുന്നത്? ആരെപ്പറ്റിയല്ല പറഞ്ഞത്? ആല ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയ സൂറത്തിൽ പറഞ്ഞത്? ഇമ്രാൻ കുടുംബത്തിൽ. ഇമ്രാൻ കുടുംബത്തിൽ ആരുള്ളത്? ഇങ്ങനെ പറയാൻ പറ്റിയ ആരുള്ളത് ഇമ്രാൻ കുടുംബത്തില്? അപ്പൊ ഒരുപാട് ഉത്തരം കിട്ടി എനിക്ക്. സക്കരിയ നബിയുണ്ട്, യഹിയ നബിയുണ്ട്, മറിയം ബീവിയുണ്ട്. ഇവരൊക്കെ ഇമ്രാൻ കുടുംബത്തിലുണ്ട്. അതുകൊണ്ട് ആലു ഇമ്രാൻ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയാണ് ഇവരൊന്നുമല്ല, ഒരാളേ ഉള്ളൂ. അതാരാ? ഒരാളുടെ പേര് ഞാൻ പറയും. ഒരാളുടെ പേര് നിങ്ങൾക്ക് പറയാം, ഗസ് ചെയ്ത് പറയുന്നത്. ഒരാളുടെ പേര് അവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നുള്ളൂ. മറിയം.
നിങ്ങൾ ആർക്കും വേറൊരാളുടെ പേര് പറയണ്ടോ? അതൊക്കെ അത്യാവശ്യം പഠിച്ച് വന്നിരിക്കുന്നു എനിക്കറിയാം, അതുകൊണ്ടാണ് ചോദിക്കണത്. ഒരാളുടെ പേരുടെ പറയണ്ടോ? സെലക്ട് ചെയ്ത് പറയാവോ? ഈസാ നബി. പിന്നെ ആലു ഇമ്രാൻ എന്ന് പറഞ്ഞ വലിയൊരു സൂറത്തെ പറ്റിയാ പറയണത്. ഇതൊന്നുമല്ല മറിയം ബീവി അല്ല, ഈസാ നബി അല്ല, സക്കരിയ നബി അല്ല. നേരെ മറിച്ച് മറിയം ബീവിയുടെ ഉമ്മ ആലു ഇമ്രാൻ എന്ന് പറഞ്ഞത്. സൂറത്ത് ഇമ്രാൻ അല്ല, ആലു ഇമ്രാൻ. ഇമ്രാൻ കുടുംബം. ആ കുടുംബത്തിന്റെ നായിക അതാരാ? മറിയം ബീവിയുടെ ഉമ്മ. കാര്യം മറിയം ബീവിയുടെ ഉമ്മയാ പറഞ്ഞത് എന്ത്? ഇന്നി നദർതു ലിർറഹ്മാൻ, ഞാൻ എന്റെ റഹ്മാനായ റബ്ബിന് നേർച്ചയാക്കുന്നു. എന്തിനെ? മാ ഫീ ബത്നി, എന്റെ വയറ്റിലുള്ളതിനെ ഞാൻ നേർച്ചയാക്കുന്നു. അത് മറിയം ബീവിയാണോ പറഞ്ഞത്? മറിയം ബീവിയാണോ പറഞ്ഞത്? പിന്നെ ആരാ പറഞ്ഞത്? മറിയം ബീവിയുടെ ഉമ്മ. അല്ല പറഞ്ഞത് മാ ഫീ ബത്നി മുഹററ, എന്റെ വയറ്റിലുള്ളതിനെ ഞാൻ അല്ലാഹു നിനക്ക് തരാം. എനിക്ക് ഓർമ്മ തരാനില്ല. എന്റെ കയ്യിൽ ആകെ ഉള്ളത് എന്താ? എന്റെ ഉള്ളിലുള്ള, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെയാണ് റബ്ബേ ഞാൻ നിനക്ക് തരുന്നത്. അതിനെ കുറിച്ച് എന്താ പറയുക? ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ. അല്ലാഹു അത് സ്വീകരിച്ചു. ആ ഉമ്മ കൊടുത്തപ്പോൾ അല്ലാഹു സ്വീകരിച്ചു. അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് മറിയം ബീവി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകളിൽ ഒരു മഹതിയായി അല്ലാഹു സ്വീകരിച്ചതാണ്. കാരണം അല്ലാഹു സ്വീകരിച്ചതിന് അല്ലാഹു നട്ട് നനച്ചു വലുതാക്കും. അള്ളാഹു അതിനെ നനച്ച് വളർത്തി വലുതാക്കുന്നതാണ്. ഹസന, നല്ല ഒരു വൃക്ഷമായി നാം അതിനെ, അല്ലെങ്കിൽ നല്ലൊരു ചെടിയായി നാം അതിനെ വളർത്തി എന്നാ ഖുർആൻ പറഞ്ഞത്. ആ വളർത്തിയ ചെടിയാണ് ആര്? മറിയം. ആ വളർത്തിയ ചെടിയുടെ വിത്താണ് ആര്? ഈസാ നബി. ഈസാ നബിക്ക് നമുക്ക് വലിയ കാര്യമാണ് അല്ലെ? മറിയം ബീവിക്ക് വലിയതാണ്. പക്ഷെ ഈ മറിയം ബീവിയും ഈസാ നബിയും എന്ന രണ്ട് ചെടികളെ സമ്മാനിച്ചതാരാ? ഇവിടെ. അപ്പോ അള്ളാഹു ഒരു കാര്യം സ്വീകരിച്ചാൽ അതിന് റബ്ബ് എങ്ങനെയാണ് വളർത്തുന്നത് എന്നുള്ള തെളിവാണ് മറിയം ബീവി ഈസാ നബി. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കി, ഇവിടെ മറിയം ബീവി, ആ മറിയം ബീവിയെ തന്റെ ഉമ്മ അള്ളാഹുവിന് സമ്മാനിച്ചതുപോലെ ഇബ്രാഹിം നബി അള്ളാഹുവിനെ സമ്മാനിച്ചതാണ് ആരെ? ഇസ്മായിൽ നബിയെ. ആരെ? ഹാജറ ബീബിയെ. അള്ളാഹ് കൊടുക്കാൻ പറഞ്ഞു, അള്ളാഹ് കൊടുത്തു. കൊടുക്കാൻ പറഞ്ഞു. ആരെ കൊടുക്കാൻ പറഞ്ഞു? ഭാര്യയെയും പിഞ്ചു കുഞ്ഞിനെയും കൊടുക്കാൻ പറഞ്ഞു. അള്ളാഹ് കൊടുത്തു. എവിടെയാ കൊണ്ടുപോയിടേണ്ടത്? ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഇബ്രാഹിം നബി ആലോചിച്ചാൽ ഒരു തുമ്പിടിയില്ല. ഇബ്രാഹിം നബി നടത്തുന്ന ഒരു ദുആയുണ്ട്, റബ്ബി ഇജ്അൽ ഹാദൽ ബലദ ആമീന. ശരിയാണോ പ്രാർത്ഥന? ആ പ്രാർത്ഥന ശരിയാണോ? റബ്ബി ഇജ്അൽ ഹാദൽ ബലദ ആമീന. ശരിയാണോ പ്രാർത്ഥന? നാട് ഉണ്ടാകണമെങ്കിൽ മനുഷ്യന്മാരുണ്ട് ഇവിടെ. ആളുണ്ടാകണ്ടേ? ബിൽഡിംഗ് വേണ്ടേ? ബലദീയ നമ്മൾ പറയില്ല, മുനിസിപ്പാലിറ്റിക്ക് ബലദീയ. അതൊരു മുനിസിപ്പാലിറ്റിയെങ്കിലും വേണ്ടേ? ഒരു പഞ്ചായത്തെങ്കിലും വേണ്ടേ? ഇബ്രാഹിം പ്രാർത്ഥിക്ക് ഇവിടെ പഞ്ചായത്ത് ഉണ്ടായിരുന്നു? മുനിസിപ്പാലിറ്റി ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിൻ. അല്ലാഹുവേ ഇതിനെ ഒരു നാടാക്ക്. അല്ലാഹ് പ്രാർത്ഥിക്കണം. ആര്? ഇബ്രാഹിം. ആരെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട്? മകനെയും ഭാര്യയും കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു. അപ്രതീക്ഷയാണ്. കാര്യം അള്ളാഹുവിനെ ഏൽപ്പിച്ചാ പോകുന്നത്, റബ്ബിനെ ഏൽപ്പിച്ചാ പോകുന്നത്. അള്ളാഹുവിന് കൊടുത്തു. അള്ളാഹുവിന് കൊടുത്തപ്പോൾ അള്ളാഹ് അത് നട്ടു നനച്ച് നനക്കാൻ വേണ്ടിയാ സംസം കൊണ്ടുവന്നത്, വെള്ളം കൊണ്ടുവന്നത്. നട്ട് നനച്ചു വളർത്തി വലുതാണ്. അള്ളാഹ് സ്വീകരിച്ചു. അത് ആ ഉമ്മയെയും കുഞ്ഞിനെയും ഇബ്രാഹിം നബിയുടെ സമർപ്പണത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. അള്ളാഹു അതിനെ നട്ട് നനച്ച് വളർത്തി വലുതാക്കി. ഇബ്രാഹിം ഇസ്മായിൽ നബി അറബിയാണോ? ഇസ്മായിൽ നബി അറബിയാണോ? ഇടന്നുണ്ടാത്ത് അറബി നാട്ടിൽ നിന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണോ? ഇസ്മായിൽ നബി അറബിയാണോ? ആണോ? അല്ല. ഹാജറ ബീവി അറബിയാണോ? അല്ല. ഹാജറ ബീവിയുടെ നാടേതാ? ഇറാഖല്ല, ആഫ്രിക്കയല്ല, ഈജിപ്ത്. ഇബ്രാഹിം നബിയുടെ യാത്ര ഇറാഖ് ഊർപട്ടണത്തിൽ നിന്ന് നേരെ കാനാൻ ദേശം വഴി ഫലസ്തീൻ കടന്ന് പിന്നെ ഈജിപ്ത്, പിന്നെ മക്ക. അപ്പൊ ഈജിപ്തിൽ നിന്ന് കിട്ടിയതാണ് ആരെ? ഹാജറ ബീവി. അറബിയാണോ?
ഈജിപ്ഷ്യനാണ്. ആര്? ഹാജർ അലൈഹിസ്സലാം. പിന്നെ എങ്ങനെ ഈ അറബികൾ ഇവിടെ വന്നത്? അറബികൾ എങ്ങനെ വന്നത്? ഇവരിവിടെ താമസിക്കുമ്പോ ഇവരിങ്ങനെ ഉമ്മയും മോനും വേണ്ടി ഇവിടെ വന്നപ്പോ സംസം കൊടുത്തിട്ട് പറഞ്ഞ് പിടിച്ചോളം പറഞ്ഞു. സംസമിന്റെ പ്രത്യേകത ഭൂമിയിലെ ഏറ്റവും നല്ല വെള്ളം, ഭക്ഷണം. അബൂദർ അൻസാരി, അബൂദറിൽ ഒഫാരൊക്കെ ഇവിടെ വന്നിട്ട് സംസം കുടിച്ച് തടി വെച്ചു എന്നാണ് ഹദീസില്. വേറൊന്നും കഴിക്കാനല്ല, സംസം മാത്രം കുടിച്ച് നല്ല പുഷ്ടിയായി. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ വരുമ്പോ എന്റെ വയറൊക്കെ ഇങ്ങനെ മരവീണിട്ട് ഒടിഞ്ഞു നുറുങ്ങിക്കിടന്നാണ്, ഇപ്പൊ നോക്കുമ്പോ നല്ല പവറായി എന്ന്. അബൂദറിൽ ഒഫാറുള്ളവനും 1400 കൊല്ലം മുമ്പ് അവർ കുടിച്ച വെള്ളമാണത്. അപ്പോ ഈ പറയുന്ന വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകി. ഇവർ രണ്ടുപേരോട് താമസിക്കുമ്പോഴാണ് അറബികൾ വരുന്നത്. ജുർഹും ഗോത്രക്കാർ, ജുർഹും ഗോത്രക്കാർ ഇതുവഴി പോകുന്നത്. അവർ നോക്കുമ്പോ ഈ മക്കയുടെ ഭാഗത്ത് കിളികൾ പാറുന്നത് കാണാം. കിളികൾ ഇങ്ങനെ പാറി നടക്കാൻ. ജുർഹും ഗോത്രത്തിന്റെ തലവൻ ആ പക്ഷികൾ പാറുന്ന കണ്ടപ്പോ പറയാണ് കൂടെയുള്ളവരോട്, നിങ്ങളൊരാൾ പോയി നോക്കൂ, അവിടെ വെള്ളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ കിളികൾ പക്ഷികൾ പാറുന്നിടത്ത് വെള്ളം ഉണ്ടാവും. അങ്ങനെ ആ ദൂതൻ പറഞ്ഞനുസരിച്ചിട്ട്, ദൂതനെ വിട്ടതനുസരിച്ച് ആ ദൂതൻ വന്ന് നോക്കുമ്പോ ഇവിടെ വെള്ളം മാത്രമാണോ? ഒരു ഉമ്മയുണ്ട്, കുഞ്ഞുണ്ട്. നേരെ തിരിച്ചിട്ട് പറഞ്ഞിട്ട് വെള്ളമുണ്ട്, ഉമ്മയുണ്ട്. ഉടൻ തന്നെ ആ യാത്രാ സംഘം ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമോട് ചോദിച്ചു, ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ ഇവിടുന്ന്, ഞങ്ങളുടെ യാത്രക്ക് ആവശ്യമായി വെള്ളം എടുത്തോട്ടെ. ഹാജർ അലൈഹിസ്സലാം പറഞ്ഞ, ആവശ്യത്തിന് എടുത്തോ. അവരവരുടെ തോൽപാത്രങ്ങളിലൊക്കെ വെള്ളം നിറച്ചു. എല്ലാം വെച്ച് കെട്ടി പോകാൻ നേരത്ത് വാഹനപ്പുറത്ത് കയറിയ ആ യാത്രാ സംഘത്തിന്റെ നേതാവ് അവിടെ നിന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ട് തിരിച്ചു വന്നു ആറടുക്കലേക്ക്. ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ ഈ ജുർഹും ഗോത്രക്കാരാണ്, അത്ര സുഖകരമല്ലാത്ത ഇടത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, നിങ്ങളിവിടെ ഒറ്റക്കാണ്, ആവശ്യത്തിന് വെള്ളമുണ്ട്, ഞങ്ങൾ കൂടി ഇവിടെ താമസിച്ചോ. ഹാജർ അലൈഹിസ്സലാം സന്തോഷം. അങ്ങനെയാണ് ഇവരിവിടെ താമസിക്കുന്നത്. അങ്ങനെയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം മെല്ലെ മെല്ലെ വളർന്ന് വലുതാകുന്ന മുറക്ക് ഇബ്രാഹിം നബി തിരിച്ചു വരുന്നത്, കഅബാലയം നിർമ്മിക്കുന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രായം ചെന്നപ്പോ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. വിവാഹം കഴിക്കാൻ പെണ്ണെവിടെ? മക്കത്ത് പെണ്ണെവിടെ? മക്കത്ത് പെണ്ണുണ്ടായിരുന്നു അന്ന്? ഇല്ല. ആകെ ഉണ്ടായിരുന്നാരാ? ഈ യാത്രാ സംഘത്തിൽ വന്ന ആളുകളുടെ കുടുംബത്തിൽ നിന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം ആ വിവാഹം കഴിച്ചു. അവർക്ക് സന്താനങ്ങൾക്ക് സന്താനം, മക്കൾക്ക് മക്കൾ, തലമുറകൾ ഇങ്ങനെ മാറി മാറി അദ്നാൻ, മഅദ്, നിസാർ, മുദർ, ഇല്യാസ്, അവിടെ നിങ്ങോട്ട് ഹാഷിം, അബ്ദു മനാഫ്, അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു മക്കത്ത് സമ്മാനിച്ചു. ഇനി നമ്മളൊന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ചു പോയി കഴിഞ്ഞാൽ എന്തിനായിരിക്കും ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇവിടെ കൊണ്ടൊന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞു? മനസ്സിലാക്കണം. ബലദൻ ആമിനയാകണം. ആമിനയുടെ മകൻ എവിടെ വേണം? മക്കത്ത് വേണം. ആ പരമ്പര ശുദ്ധമായിരിക്കണം. അള്ളാഹുവിനെ സമർപ്പിച്ച റബ്ബിന് കൊടുത്ത ഒരിടമായിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹുവിന് കൊടുത്തിടത്ത് നിന്ന് അള്ളാഹു നല്ലതിനെ മുളപ്പിക്കൊള്ളൂ. റബ്ബിന് കൊടുത്തെടുത്ത് റബ്ബ് സ്വീകരിച്ചിടത്ത് നിന്ന് ഉണ്ടാകുന്നത് അതെന്തായിരിക്കും? അള്ളാഹു ഏറ്റവും നല്ലതായി മുളപ്പിച്ചത്. 2 ഉദാഹരണം പറഞ്ഞാണ്. എന്തൊക്കെയാണ് ഉദാഹരണം പറഞ്ഞത്? ഞാൻ മുമ്പ് ഹജ്ജിന് ഇതുപോലെ നിങ്ങളെ കേന്ദ്രമിന്റെ കൂട്ടത്തിന് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ക്ലാസ് കഴിഞ്ഞാല് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് കൊടുക്കും. അതിന്റെ എല്ലാവരും ഉത്തരം എഴുതുന്നല്ല, ചോദ്യം ഉണ്ടാവില്ല ക്ലാസ്സുമായി ബന്ധപ്പെട്ട്. അവസാനം മാർക്ക് ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ടോപ്പസ്റ്റിന് സമ്മാനം കൊടുക്കുന്നത്. ഇപ്പൊ 2 കാര്യം, അള്ളാഹു ഒരു കാര്യം സ്വീകരിച്ചാൽ അതിനെ അള്ളാഹു നന്നായി വളർത്തി വലുതാക്കും എന്നുള്ളതിന് 2 ഉദാഹരണം പറഞ്ഞു. ഏതൊക്കെയാണ് ഉദാഹരണം? മറിയം ബീവി, 2 ഇസ്മായിൽ നബി. ഇസ്മായിൽ നബിയുടെ ഉദാഹരണം എങ്ങനെ മനസ്സിലായത്? ഇസ്മായിലിലൂടെയാണ് അള്ളാഹു ആരെ തന്നത്? മുഹമ്മദുർ റസൂൽ. നമ്മുടെ കൽബായ, അഥവാ നമുക്ക് നമ്മുടെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ പ്രിയപ്പെട്ടവരായ മുഹമ്മദുർ റസൂലുള്ളാഹിയെ അള്ളാഹു സമ്മാനിക്കുന്നത്, അള്ളാഹു തരുന്നത് റബ്ബിന് കൊടുത്തതിൽ നിന്നാണ്. ഇബ്രാഹിം നബി അള്ളാഹ്ക്ക് കൊടുത്തതിൽ നിന്നാണ്. ആരാണ് അള്ളാഹ് കൊടുത്തത്? ഇബ്രാഹിം നബി അള്ളാഹുവിനെ കൊടുത്തത് ഹാജർ ബീവി. അള്ളാഹുവിന്റെ ഇബ്രാഹിം നബി കൊടുത്തത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അവരിലൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ്
എന്ന ലോകത്തെ ഏറ്റവും ഉന്നതമായ വ്യക്തിത്വത്തെ അള്ളാഹു സമ്മാനിക്കും. ആ മുഹമ്മദ് റസൂലുള്ളാഹിയിലൂടെയുള്ള പ്രകാശം ഇവിടുന്ന് ഈ മക്ക കടന്ന് ഈ കടല് കടന്ന് കേരളത്തിന്റെ തീരത്ത് ജീവിച്ച നമുക്കിടയിലേക്ക് ആ പ്രകാശം എത്തിയപ്പോഴാണ് നമ്മളാരായത്? ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം സ്വീകരിച്ച മുസ്ലിങ്ങളായി. അതുകൊണ്ടാണ് നമ്മൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക. എവിടുന്നാ ഈ വരുന്നത്? നമ്മള് ഈ ലബ്ബൈക ചൊല്ലി എവിടുന്നാ വരുന്നത്? അങ്ങകലെ എല്ലാവിധ ജാഹിലിയത്തും നിലനിന്നിരുന്ന കേരളത്തിന്റെ മടിത്തട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടി നമ്മളിവിടെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞു വരാനുള്ള ഇടമായി അല്ലാഹുവിനെ സ്വീകരിക്കുക. ഇത് ഞാൻ ഓർമ്മിച്ചതിന് ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. ഞാനിതിപ്പോ ഓർമ്മിപ്പിക്കാൻ കാരണം, നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോ നമ്മുടേതായി ഒരു സെക്കൻഡ് അല്ലാഹു സ്വീകരിക്കുന്ന സഹാബികൾ പറഞ്ഞതാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് അല്ലാഹു കബൂലാക്കിയ, ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് അല്ലാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നേടുന്ന ഏറ്റവും വലിയ നേട്ടം അതാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിലൊരു നിയ്യത്തുമാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ത്യാഗമാണ്, പ്രയാസമാണ്. ഈ പ്രയാസത്തിനിടയിൽ അള്ളാഹുവിന് നമ്മുടേതായി ഒരു സെക്കൻഡെങ്കിലും സമർപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് ഹജ്ജിടങ്ങൾ, ആ ഹജ്ജിടങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് സവിശേഷതകളുള്ള ദിനരാത്രങ്ങൾ നമുക്ക് മുന്നിൽ അള്ളാഹു തരുന്നു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒന്നും നമുക്ക് ചെയ്യാനില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആ സമയത്ത് അള്ളാഹു പറഞ്ഞ ആ സമയത്ത് പറഞ്ഞിടത്ത് നമ്മൾ ഉണ്ടാവുക എന്നുള്ളത്. മിനയിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞെടുത്ത് ആ സമയത്ത് അവിടെ ഉണ്ടാവും. അറഫയിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞ സമയത്ത് എവിടെ ഉണ്ടാവുക? അറഫയിൽ ഉണ്ടാവും. മുസ്ദലിഫയിൽ ഉണ്ടാകണം, വേറെ എവിടെയും പോയി നിന്നാ പോരാ. മുസ്ദലിഫയിൽ ആ സ്ഥലത്ത് ആ സമയത്ത് നിങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞെടുത്ത് അവിടെ നമ്മളുണ്ടാവും. വെറുതെ വിളിക്കുമായിരിക്കും സർ, എല്ലാവരും നിങ്ങൾ മിനയിലേക്ക് വന്നേക്കും, എല്ലാവരും നിങ്ങൾ ഈ സമയത്ത് അറഫയിൽ വന്നേക്കും, എല്ലാവരും നിങ്ങൾ ഈ സമയത്ത് മുസ്ദലിഫയിലേക്ക് വന്നേക്കും എന്ന് വെറുതെ പറയായിരിക്കും റബ്ബ്. ആണോ? റബ്ബ് നമ്മളെ സ്വീകരിച്ചു, അല്ലെങ്കിൽ അല്ലാഹു നമുക്ക് തരാനാണ് വിളിക്കുന്നത്. അത് സ്വീകരിക്കാൻ നമ്മൾ യോഗ്യരായി അവിടെ എത്തണമെന്നാണ് അള്ളാഹുവിന് സമ്മാനമായി റബ്ബിന അത്തഹിയ്യാതു അൽ മുബാറകാതു അത്വയ്യിബാതു. ഇല്ല, ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്, റബ്ബിനുള്ളതാണ്. ഏറ്റവും നല്ലതെല്ലാം റബ്ബേ നിനക്കുള്ളതാണ്. എല്ലാ തിരുമുൽക്കാഴ്ചകളും, എല്ലാ ത്വയ്യിബാത്തുകളും, എല്ലാ സ്വലവാത്തുകളും അള്ളാഹുവിൻ നിനക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നതെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ, അത് പ്രകടിപ്പിക്കാൻ, ഉള്ളു തുറന്ന് റബ്ബിനോടത് പറയാൻ പറ്റുന്ന ഈ സാഹചര്യത്തെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മഖബൂലായ മബ്റൂറായ ഹജ്ജ് നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോ നിമിഷങ്ങളും, ഈ ഓരോ സെക്കൻഡുകളും ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ, നാളെ ആഖിറത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന സമയമായി ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ, പ്രാർത്ഥനയിൽ തീർച്ചയായും നിങ്ങളെ പോലെയുള്ള ആളുകൾ, ഇതിനുവേണ്ടി ഖിദ്മ ചെയ്യുന്ന ആളുകൾ, ഇവിടെയുള്ള നിങ്ങളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന, നിങ്ങൾക്ക് കാര്യങ്ങൾ നിർദ്ദേശിച്ചു തരുന്ന ആളുകൾ ഉൾപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ദുആയിൽ എല്ലാവരും ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ ആത്മാർത്ഥമായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ എല്ലായിടങ്ങളിലും, നിങ്ങൾ ഈ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം നടത്തുന്ന ദുആകളിൽ ഞങ്ങൾ ഉണ്ടാകണം എന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസം അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എല്ലാവിധ പ്രയാസങ്ങളും വീട്ടിൽ കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ബഷീർ സബാ